മഴവിൽ സഖ്യം എന്നുള്ളൊരു പ്രയോഗം യഥാർത്ഥത്തിൽ CPM ഇവിടെ ഇല്ലാത്ത ഒരു ശത്രുക്കളുടെ ഒരു കൂട്ടമായി ഒരു സംഘത്തെ കാണുകയാണ്. ഇല്ലാത്ത ശത്രുക്കളെ സൃഷ്ടിച്ചുകൊണ്ട് അവർക്കെതിരെ പ്രതികരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ സമരത്തോട് അതിശക്തമായ നിലപാട് അല്ലെങ്കിൽ സമരവിരുദ്ധമായിരിക്കും ഞങ്ങളുടെ നിലപാട് എന്ന് ഒന്ന് കടുപ്പിച്ച് പറയുകയാണെന്ന് പാർട്ടി സെക്രട്ടറി നടത്തിയിരിക്കുന്നത്. അതോടുകൂടി തന്നെ ഇതിലുള്ള തീരുമാനം എന്താണ്, നിലപാട് എന്താണെന്ന് വ്യക്തമാക്കിയിരിക്കുകയാണ്. അതാണ് ഈ മഴവിൽ സഖ്യം എന്ന് പറയുന്നത്. ആ മഴവിൽ സഖ്യം എന്ന് പറയുമ്പോൾ അതിൽ SDPIയും ഈ മുസ്ലിം വിഭാഗത്തിൽ തന്നെ ന്യൂനപക്ഷമായ ജമാഅത്തെ ഇസ്ലാമിയും BJPയും ചേരുന്ന ഒരു സഖ്യം. അതൊരു വിചിത്ര സഖ്യമാണ്. അങ്ങനെ ഒരു സഖ്യം അതിൽ UDFും ഉണ്ട്, അതോടൊപ്പം തന്നെ SUCയും ഉണ്ട്, മാധ്യമങ്ങളുമുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു പ്രത്യേക സഖ്യമാണ് ഈ മഴവിൽ സഖ്യം എന്നുള്ള പ്രയോഗം. നേരത്തെയും സർക്കാർ വിരുദ്ധ സമരം ശക്തമാകുമ്പോൾ ഇതേ രീതിയിൽ തന്നെ MV ഗോവിന്ദൻ ഉന്നയിച്ചിട്ടുള്ള ഒരു വാചകമാണ്. അതൊരു സ്ഥിരം ടെംപ്ലേറ്റായി മാറുകയാണ്. അപ്പോൾ അത് സ്ഥിരമായി പറഞ്ഞുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ്. സമരം ചെയ്യാം, പക്ഷേ സമരത്തിലെ ആവശ്യങ്ങൾ ശരിയല്ല എന്നാണ് പറയുന്നത്. ആശമാർക്ക് നല്ല രീതിയിൽ വരുമാനം കിട്ടുന്നുണ്ട് എന്നൊരു അഭിപ്രായം ഇടതുപക്ഷത്തിനില്ല. പക്ഷേ അത് ഞങ്ങൾ കൂട്ടില്ല, നിങ്ങൾ വേണമെങ്കിൽ കേന്ദ്രത്തിൽ സമരം ചെയ്തോളൂ എന്നാണ് പറയുന്നത്. അവിടേക്ക് സമരം ചെയ്യാൻ കൂടെ വരാം എന്നുള്ള പ്രയോഗം നേരത്തെ തന്നെ ആരോഗ്യമന്ത്രി നടത്തിയിട്ടുണ്ട്. ഒരു പക്ഷേ ആരോഗ്യമന്ത്രിക്കെതിരെ വലിയ വിമർശനം ഉയരാനുള്ള ഒരു പ്രധാനപ്പെട്ട കാരണം നിങ്ങൾക്ക് അവർ കൂട്ടി തന്നിട്ടില്ലല്ലോ, അവർ തന്നില്ലല്ലോ എന്നുള്ള പ്രയോഗമൊക്കെയാണ് ഈ സമരക്കാരോട് നടത്തിയിരുന്നത്. അല്ലെങ്കിൽ അവരോട് അനുഭാവപൂർവ്വം അവരുടെ വിഷയം പരിഗണിക്കുന്നു എന്ന രൂപത്തിലുള്ള പ്രതികരണം ആദ്യഘട്ടത്തിൽ വരാതിരുന്നത് കൊണ്ടാകാം വലിയ രീതിയിലുള്ള വിമർശനം ആരോഗ്യമന്ത്രിയുമായി ബന്ധപ്പെട്ടുണ്ടായത്.